ഓം നമോ ഭഗവതേ വാസുദേവായ. ഞായറാഴ്ച കാമിക ഏകാദശിയാണ്. കാമിക ഏകാദശി അല്ലെങ്കിൽ പവിത്ര ഏകാദശി, സർവപാപ വിനാശിനി, ബ്രഹ്മഹത്യ പാപമോചിനി എന്നും പറയപ്പെടുന്നു. ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന 11-ാം ദിവസത്തിൽ വരുന്ന ചതുർമാസ ആദ്യ, അതായത് ദക്ഷിണായത്തിലെ ആദ്യ ഏകാദശിയാണ് കാമിക ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് ഏറ്റവും പുണ്യമാസമായ ചതുർമാസത്തിൽ വരുന്ന ആദ്യത്തെ ഏകാദശി ഏറ്റവും പുണ്യവും പവിത്രവുമാണ്. മഹാവിഷ്ണുവിനെ ശ്രീധര രൂപത്തിൽ ആരാധിക്കണമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഈ പുണ്യ ഏകാദശി എല്ലാ പാപങ്ങളും ഇല്ലാതായി മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാമിക ഏകാദശി പിതൃദോഷത്തിനും പിതൃദോഷത്തിൽ നിന്നും മോചനം നേടാനും സഹായിക്കുന്നു. പത്മപുരാണത്തിൽ വ്രതകഥ ഇങ്ങനെ പറയുന്നുമുണ്ട്. കാമിക ഏകാദശി വ്രതം എടുക്കുന്നവർ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും അവർക്ക് സമൃദ്ധമായ ജീവിതം കിട്ടുകയും ചെയ്യുന്നു. അത് അവരെ അത്യധികമായി പരമോന്നത സ്രഷ്ടാവിലേക്ക് നയിക്കുന്നു, ആത്മീയതയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നു. മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിൽ ഒരു ദിവ്യസ്ഥാനം നേടുകയും ചെയ്യുന്നു. ഗർഭഛിദ്രം, ബ്രഹ്മഹത്യ പാപം തുടങ്ങിയ ഗുരുതരമായ പാപങ്ങളിൽ നിന്നും മോക്ഷം നേടാൻ ഈ ഏകാദശിയെങ്കിലും എല്ലാവരും എടുക്കുക. ഹരിവാസര സമയം 9:8:26, 5:49 രാവിലെ, 5:49 വൈകിട്ടും വരെയാണ്. പാരണ സമയം 10/8/2026 രാവിലെ 6:15 തൊട്ടും രാവിലെ 8 മണി വരെയാണ് പാരണ വീടേണ്ട സമയം. എല്ലാവരും ഏകാദശി എടുക്കുക. ഭഗവാന്റെ നാമം ഉച്ചത്തിൽ നാമം ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.